ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോക്ക് പ്രത്യേകത ഉണ്ട് ട്ടോ. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ ഇരിക്കണ കുറി നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻ വരുത്താൻ പോണേട്ടാ. നമ്മളൊന്നും ആലോചിക്കാണ്ട് നേരെ ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് പോണേട്ടാ. സ്ഥലം അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അവിടെ എത്താൻ പറ്റി. സ്ഥലം വേറെ അടുത്തൊന്നല്ലട്ടാ, അതേ നമ്മുടെ തറവാട് തന്നെയാ. ഇവിടെ സൈഡ് വശത്തൊക്കെ നല്ലോണം പുല്ലൊക്കെ പിടിച്ച് കിടക്കണിരുന്നിട്ടാ. ക്ലൈമറ്റ് നൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ കുറെ നേരം തപ്പി പിടിച്ച് കഴിഞ്ഞപ്പോൾ അതേ നമുക്ക് വേണ്ട സാധനം കിട്ടിയിട്ടുണ്ട്. സാധനം കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട് നേരെ നമ്മൾ തൂക്കിക്കൊണ്ടു. വേറെ ഒന്നും നോക്കിയില്ല, വണ്ടിയിലോട്ട് സാധനം കിട്ടിച്ചു നമ്മ നേരെ വീട്ടിലോട്ട് പോകണം. നേരിട്ട് നമുക്കത് അക്കുരത്തിലോട്ട് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഷേപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കണേട്ടാ. കുറച്ച് അഴുക്കൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മ വയർ ബ്രഷ് വെച്ച് നേരെ ഉരച്ചതൊക്കെ കളയണേട്ടാ. അതൊരു കഷ്ണം നോക്കി എടുക്കണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെ നമ്മളെ സിറ്റിയും വെച്ച് അടിച്ച് 2 കഷ്ണം നോക്കിയിട്ടുണ്ടാ. ഇത്രയും വലിയ കഷ്ണം നമുക്ക് അക്കൂരത്തിലോട്ടൊന്നും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്കൊരു ചെറിയ കഷ്ണം നോക്കി എടുക്കണം കേട്ടോ. ശരിക്കും നല്ല നീണ്ട പ്രോസസ് ആട്ടാ, നല്ല സമയം. നമ്മൾ പണിത് നമുക്ക് അക്കൂരത്തിൽ വെക്കാൻ പറ്റിയൊരു പീസ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നല്ല പണിയുണ്ട് കേട്ടാ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അഴുക്കൊക്കെ കളഞ്ഞിട്ട് ശരിക്കും നമ്മൾ വൃത്തിയാക്കി എടുക്കണം. ഈ പണി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞാൽ ഒന്ന് ഓടാൻ പോണേ. സമയം ഒരു 6 മണി ആവാറായിട്ടുണ്ടായിട്ടാ. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ഒക്കെ നല്ല നൈസായിട്ടിരിക്കണേ. ഓടി തിരിച്ചു വന്ന വഴിയാണെങ്കിൽ ഇതേ നമ്മുടെ മേഘത്തിന്റെ ഒക്കെ കളർ വയ്ക്ക് മാറാൻ തുടങ്ങി. പിന്നെ പതുക്കെ ശ്രദ്ധിച്ചപ്പോ ഇതേ മഴ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ നമ്മ വേറെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നപ്പോഴേക്കും ദേ മരത്തടിയൊക്കെ വൃത്തിയാക്കിയത് പുഴുങ്ങാനിട്ടേക്കണം. പുഴുങ്ങി കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പോൾ ദേ ദിങ്ങനെ നിന്നൊക്കെ നമ്മളിത് ദിങ്ങനെ അങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമന്റ് ചെയ്യണേ. അടുത്ത വീഡിയോ കാണാം.